എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ, അതായത് നമ്മൾ അടുക്കളയിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ വാക്കിനും എക്സാമ്പിൾ സെൻറ്റൻസുകളും കൂടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അടുത്ത പാർട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം. ഏപ്രൺ. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് വസ്ത്രത്തിലൊന്നും അഴുക്കാവാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണിത്. ഞാൻ പാചകം ചെയ്യുമ്പോഴെല്ലാം ഞാനൊരു ഏപ്രൺ ധരിക്കുന്നു. വെനെവർ ഐ കുക്ക് ഐ വെയർ ആൻ ഏപ്രൺ. വെയർ എന്ന് പറഞ്ഞാൽ ധരിക്കുക. വെനെവർ ഐ കുക്ക് ഐ വെയർ ആൻ ഏപ്രൺ. ഞാൻ പാചകം ചെയ്യുമ്പോഴെല്ലാം ഞാനൊരു ഏപ്രൺ ധരിക്കുന്നു. ചോപ്പ്. മുറിക്കുക, വെട്ടുക, നുറുങ്ങുകളാക്കുക, കഷ്ണങ്ങളാക്കി മുറിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അവൻ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി. ഹി ചോപ്ഡ് അപ്പ് ദ അണിയൻ ഇൻറ്റു സ്മോൾ പീസസ്. അണിയൻ, ഉള്ളി. ഹി ചോപ്ഡ് അപ്പ് ദ അണിയൻ ഇൻറ്റു സ്മോൾ പീസസ്. അവൻ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി. പീൽ. പീൽ എന്ന് പറഞ്ഞാൽ തൊലി അല്ലെങ്കിൽ തൊലി കളയുക. എനിക്ക് വേണ്ടി ഒരു ആപ്പിൾ തൊലി കളയൂ. പ്ലീസ് പീൽ ആൻ ആപ്പിൾ ഫോർ മീ. പ്ലീസ് പീൽ ആൻ ആപ്പിൾ ഫോർ മീ. നീഡ്. മാവ് കുഴയ്ക്കുന്നതിനെയാണ് നീഡ് എന്ന് പറയുന്നത്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ മാവ് കുഴച്ചു. ഐ നീഡ് ദ ഡോ ടു മേക്ക് ചപ്പാത്തി. ഡോ എന്ന് വെച്ചാൽ കുഴച്ച മാവ്. ഐ നീഡ് ദ ഡോ ടു മേക്ക് ചപ്പാത്തി. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ മാവ് കുഴച്ചു. ഡിസോൾവ്. അലിയിക്കുക അല്ലെങ്കിൽ വെള്ളത്തിലും മറ്റും കലക്കുക, ഉരുക്കുക, ഇതിനൊക്കെയാണ് ഡിസോൾവ് എന്ന് പറയുന്നത്. പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിക്കുക. ഡിസോൾവ് ദ ഷുഗർ ഇൻ വാട്ടർ. ഡിസോൾവ് ദ ഷുഗർ ഇൻ വാട്ടർ. വിസ്ക്. മുട്ട അല്ലെങ്കിൽ ക്രീമൊക്കെ അടിച്ച് പതപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് നമ്മൾ വിസ്ക് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ മുട്ടയോ ക്രീമോ ഒക്കെ അടിച്ച് പതപ്പിക്കുന്നതിനെയും വിസ്ക് എന്ന് പറയാം. മുട്ടയടിക്കുക, തുടർന്ന് മാവ് ചേർക്കുക. വിസ്ക് ദി എഗ് ആൻഡ് ദെൻ ആഡ് ദ ഫ്ലവർ. ഗ്രേറ്റ്. ചുരണ്ടുക അല്ലെങ്കിൽ ഉരച്ചു പൊടിയാക്കുക എന്നൊക്കെയാണ് അർത്ഥം. ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ഗ്രേറ്റ് ചെയ്യുക. ഗ്രേറ്റ് ദ ക്യാരറ്റ്സ് ഇൻറ്റു സ്മോൾ പീസസ്. ഗ്രേറ്റ് ദ ക്യാരറ്റ്സ് ഇൻറ്റു സ്മോൾ പീസസ്. മെഷർ. അളക്കുക. അവൻ പാത്രത്തിലെ മാവ് അളന്നു. ഹി മെഷേർഡ് ദ ഫ്ലവർ ഇൻ ദ ബൗൾ. ഫ്ലവർ മാവ് അല്ലെങ്കിൽ പൊടി. ബൗൾ പാത്രം. ഹി മെഷേർഡ് ദ ഫ്ലവർ ഇൻ ദ ബൗൾ. അവൻ പാത്രത്തിലെ മാവ് അളന്നു. ഗാർണിഷ്. അലങ്കരിക്കുക. ഓരോ വിഭവവും ഒരു കഷ്ണം ചെറുനാരങ്ങ ഉപയോഗിച്ച് അലങ്കരിക്കുക. ഗാർണിഷ് ഈച്ച് ഡിഷ് വിത്ത് എ സ്ലൈസ് ഓഫ് ലെമൺ. സ്ലൈസ് എന്ന് വെച്ചാൽ കഷ്ണം, ലെമൺ ചെറുനാരങ്ങ. ആ സ്ലൈസ് ഓഫ് ലെമൺ എന്ന് വെച്ചാൽ ഒരു കഷ്ണം ചെറുനാരങ്ങ. ഗാർണിഷ് ഈച്ച് ഡിഷ് വിത്ത് എ സ്ലൈസ് ഓഫ് ലെമൺ. ഓരോ വിഭവവും ഒരു കഷ്ണം ചെറുനാരങ്ങ ഉപയോഗിച്ച് അലങ്കരിക്കുക. ക്രഷ്. പൊടിക്കുക അല്ലെങ്കിൽ ചതയ്ക്കുക. കുരുമുളക് പൊടിക്കുക. ക്രഷ് ദ പെപ്പർ. പെപ്പർ കുരുമുളക്. ക്രഷ് ദ പെപ്പർ കുരുമുളക് പൊടിക്കുക. സ്ട്രെയിൻ. അരിച്ചെടുക്കുക. ചായ അരിച്ചെടുക്കാമോ? കുഡ് യു സ്ട്രെയിൻ ദ ടീ പ്ലീസ്? കുഡ് യു സ്ട്രെയിൻ ദ ടീ പ്ലീസ്? സിഫ്റ്റ്. അരിച്ചെടുക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ചായ പോലുള്ള ലിക്വിഡ്സ് ആണ് നമ്മൾ അരിച്ചെടുക്കുന്നതെങ്കിൽ സ്ട്രെയിൻ എന്ന് പറയാം. അതല്ല, ഡ്രൈ ഇൻഗ്രീഡിയൻസ്, പൊടികൾ പോലെയുള്ള കാര്യങ്ങളാണ് അരിച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് സിഫ്റ്റ് എന്ന് പറയാം. ഒരു പാത്രത്തിൽ പൊടി അല്ലെങ്കിൽ മാവ് അരിച്ചെടുക്കുക. സിഫ്റ്റ് ദ ഫ്ലവർ ഇൻറ്റു എ ബൗൾ. ക്രഷ്. ചതയ്ക്കുക. 2 അല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കുക. ക്രഷ് 2 ക്ലോവ്സ് ഓഫ് ഗാർലിക്. ക്ലോവ്സ് ഓഫ് ഗാർലിക് എന്ന് വെച്ചാൽ വെളുത്തുള്ളിയുടെ അല്ലി. ക്രഷ് 2 ക്ലോവ്സ് ഓഫ് ഗാർലിക്. 2 അല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കുക. പോർ. ഒഴിക്കുക. അവൻ ശ്രദ്ധാപൂർവം അവളുടെ ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിച്ചു. ഹി കെയർഫുള്ളി പോർഡ് ദ വാട്ടർ ഇൻറ്റു ഹെർ ഗ്ലാസ്. കെയർഫുള്ളി ശ്രദ്ധയോടെ. ഹി കെയർഫുള്ളി പോർഡ് ദ വാട്ടർ ഇൻറ്റു ഹെർ ഗ്ലാസ്. അവൻ ശ്രദ്ധാപൂർവം അവളുടെ ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിച്ചു. മാഷ്. മിശ്രിതം അല്ലെങ്കിൽ ഇടിച്ച് കലക്കിയ കൂട്ട് എന്നൊക്കെയാണ് അർത്ഥം. അതായത് നമ്മൾ ഫുഡ് കുക്കായതിന് ശേഷം ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഉടയ്ക്കുന്നതിനെയാണ് മാഷ് എന്ന് പറയുന്നത്. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്യുക. മാഷ് ദ പൊട്ടാറ്റോസ് വിത്ത് എ ഫോർക്ക്. സ്പ്രെഡ്. പരത്തുക. അവൻ തൻ്റെ ബ്രെഡിൽ ജാമ് പരത്തി അല്ലെങ്കിൽ ജാമ് തേച്ചു. ഹി സ്പ്രെഡ് സം ജാം ഓൺ ഹിസ് ബ്രെഡ്. ഹി സ്പ്രെഡ് സം ജാം ഓൺ ഹിസ് ബ്രെഡ്. സ്റ്റിർ. ഇളക്കുക അല്ലെങ്കിൽ കലക്കുക. എൻ്റെ കാപ്പി ഇളക്കാൻ എനിക്കൊരു സ്പൂൺ വേണം. ഐ നീഡ് എ സ്പൂൺ ടു സ്റ്റിർ മൈ കോഫി. ഐ നീഡ് എ സ്പൂൺ ടു സ്റ്റിർ മൈ കോഫി. ഡ്രെയിൻ. വറ്റിക്കുക, വാർക്കുക അല്ലെങ്കിൽ വെള്ളം വറ്റിക്കുക, ഒഴുക്കിക്കളയുക, ഇതൊക്കെയാണ് അർത്ഥം. അരിയിൽ അവശേഷിക്കുന്ന വെള്ളം വറ്റിക്കുക. ഡ്രെയിൻ ദ വാട്ടർ ദാറ്റ് ഈസ് ലെഫ്റ്റ് ഇൻ ദ റൈസ്. ബ്രേക്ക്. പൊട്ടിക്കുക. ഒരു മിക്സിംഗ് പാത്രത്തിലേക്ക് മുട്ട പൊട്ടിക്കുക. ബ്രേക്ക് ദി എഗ് ഇൻറ്റു എ മിക്സിംഗ് ബൗൾ. ബ്രേക്ക് ദി എഗ് ഇൻറ്റു എ മിക്സിംഗ് ബൗൾ. സ്ക്വീസ്. പിഴിയുക അല്ലെങ്കിൽ ഞെക്കി പിഴിയുക.
ജ്യൂസ് എടുക്കാൻ ഞാൻ നാരങ്ങ പിഴിഞ്ഞു. ഐ സ്ക്യൂസ് ദ ലെമൺ ടു ഗെറ്റ് ദ ജ്യൂസ് ഔട്ട്. ഫ്രൈ വറുക്കുക അല്ലെങ്കിൽ പൊരിക്കുക. അല്പം സൺഫ്ലവർ ഓയിലിൽ മത്സ്യം വറുക്കുക. ഫ്രൈ ദ ഫിഷ് ഇൻ എ ലിറ്റിൽ സൺഫ്ലവർ ഓയിൽ. കട്ട് മുറിക്കുക അല്ലെങ്കിൽ അരിയുക. അവൾ പച്ചക്കറികൾ മുറിക്കുകയാണ്. ഷീ ഈസ് കട്ടിംഗ് ദ വെജിറ്റബിൾസ്. ഷീ ഈസ് കട്ടിംഗ് ദ വെജിറ്റബിൾസ്. ഇനി ഒരു 5 ഇമേജസ് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷ് പറയാമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്.